إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനേകം അനുഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ജീവിക്കുക എന്നതിലുപരി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വിരഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ രണ്ടിടത്തായി പറഞ്ഞതായി കാണാം, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതേതൊക്കെയാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിനക്കൊരിക്കലും അതിന് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ശരീരങ്ങളിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, നാം ജീവിക്കുന്ന നാട്ടിലുള്ള നിർഭയത്വത്തെ നോക്കിയാൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളിൽ നോക്കിയാൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രമാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഴ്ചകൾ നൽകി, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾവികൾ നൽകി, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി. ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകിയിരിക്കുന്ന ഏതൊരു അനുഗ്രഹത്തോടും ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്നത് സൂറത്തു ഇബ്രാഹീമിൽ അള്ളാഹു പറയുന്നതായി കാണാം, വഇൻ തഅസ്സന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന അറിയിപ്പ് എന്താണെന്നാൽ, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ റബ്ബിനെ ശുക്ർ ചെയ്താൽ, റബ്ബിനെ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിനക്ക് റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ ലഅസീദന്നകും, ഇനിയും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. വലഇൻ കഫർതും, അല്ലാഹു ഇഷ്ടമല്ലാത്ത രൂപത്തിലാണ് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിന്റെ കണ്ണ്, നിന്റെ കാഴ്ചകൾ, നിന്റെ കേൾവികൾ, നിന്റെ വായ, നിന്റെ സംസാരം, ഇതൊക്കെ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലാണ് നീ ചെലവഴിക്കുന്നതെങ്കിൽ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ കഠിനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നതായി കാണാം. പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീനിൽ പറഞ്ഞതായി കാണാം, അശ്ശുക്റു ഖൈദുൻ നിഅമിൽ മൗജൂദ വസൈദുൻ നിഅമിൽ മഫ്ഖൂദ. അല്ലാഹുവിനെ ശുക്ർ അറിയിക്കുക എന്നുള്ളത് നമുക്ക് നിലവിലുള്ള ശുക്ർ അനുഗ്രഹങ്ങൾ നിലനിൽക്കാനുള്ള കാരണവും നമുക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള കാരണവുമാണ് ശുക്ർ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഒരു വേള നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് റബ്ബ് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവൻ, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള എത്രയെത്ര അനുഗ്രഹങ്ങൾ, കാണാനുള്ള ഭാഗ്യം, കേൾക്കാനുള്ള ഭാഗ്യം, നടക്കാനുള്ള സൗഭാഗ്യം, സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഇല്ലാത്ത എത്രയെത്ര ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നവർ, അതിന് ശുക്ർ അറിയിക്കുന്നവർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും. അതല്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചേക്കാം, ഈ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. ഒരു പക്ഷേ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളിൽ ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ ഇത്രയും കാലം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ റബ്ബിനെ ഒന്ന് നന്ദി പറയാൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് എന്റെ ജീവിതത്തിൽ ശുക്റുകൾ ഇല്ല എങ്കിൽ നിഅമത്തുകൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെട്ടതായി എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ അനുഗ്രഹങ്ങൾ നഷ്ടമാകുമെന്ന് പറയുന്നത്?
ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാസിറിൽ പറയുന്നതായി കാണാം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിച്ചിരിക്കുന്ന അള്ളാഹുവിങ്കിൽ നിന്ന് അവന് ബാധിച്ചിരിക്കുന്ന ശിക്ഷ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അവരുടെ സംസാരങ്ങളിൽ പറയാറുണ്ട്, എന്റെ വീട്ടിൽ നല്ല സമാധാനമുണ്ടായിരുന്നു, നല്ല രൂപത്തിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു എന്റേത്, പക്ഷേ ഇപ്പോൾ വീട്ടിൽ സമാധാനമില്ല. നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടിൽ ആ ഉപ്പയുടെ കാതിലേക്ക് എത്തുന്നത് മകളുടെ ഡൈവേഴ്സിന്റെ വാർത്തയാണെങ്കിൽ, മകൾക്ക് ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിൽ ഉമ്മയും ഉപ്പയും കേൾക്കുന്നത് തന്റെ മക്കൾ അനുസരണയില്ലാതെ വളരുന്നു എന്നൊരു സാഹചര്യമാണെങ്കിൽ, ഈ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന പല ഫിത്നകൾക്കും ഒരുപക്ഷെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളോട് നല്ല രൂപത്തിൽ ശുക്ർ കാണിക്കാത്തത് കൊണ്ടായിരിക്കാം. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം നൽകിയാൽ അതിനെ റബ്ബിന് ശുക്ർ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സംശയമില്ല. സൂറത്ത് ശൂറയിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. മനുഷ്യരെ മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഏതേത് മുസീബത്തുകൾ ഉണ്ടെങ്കിലും, നല്ല രൂപത്തിൽ ഉപജീവനമുണ്ടായിരുന്നവർ, നല്ല വരുമാനമുണ്ടായിരുന്നവർ, പെട്ടെന്നൊരു ദിവസം അവരുടെ കച്ചവടം ഇതാ നഷ്ടത്തിലാവുകയാണ്. എന്താണ് കാരണം? നിനക്ക് റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന് നീ ശുക്ർ ചെയ്യാത്തതായിരിക്കാം. നല്ല രൂപത്തിൽ ജീവിച്ച കുടുംബം, അവർക്ക് സമാധാനം നഷ്ടപ്പെടുന്നു. എന്താണ് കാരണം? റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് നീ ശുക്ർ അറിയിക്കാത്തത് കൊണ്ടായിരിക്കാം. അഹ്ലുസുന്നയുടെ മനഹജ് മനസ്സിലാക്കി ദീന് പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെച്ച ആളുകൾ പിന്നീട് അതിനെ തൊട്ട് മാറി നിൽക്കുമ്പോൾ, പഠിക്കാതിരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വന്നിരിക്കുന്ന നിഅമത്ത് മാറിക്കൊണ്ട് അത് അദാബാകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനെ ശുക്ർ ചെയ്യുക. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ സെർച്ച് എഞ്ചിനുകൾ. നമുക്കൊരു കാര്യം അന്വേഷിക്കാൻ, ഒരാളുമായി ആശയവിനിമയം നടത്താൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ എത്രയധികമാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, യുവതികൾ, പ്രിയപ്പെട്ടവരെ, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ നോക്കൂ. എത്രയെത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർ, ഫേസ്ബുക്കുകൾ ഉപയോഗിക്കുന്നവർ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ, ഇങ്ങനെ പല മാർഗങ്ങളും മറ്റുള്ളവരോട് സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അതുപോലെ നമുക്ക് ഏതൊരു വിവരം ലഭിക്കണമെങ്കിലും സെർച്ച് എഞ്ചിനുകൾ ധാരാളമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, സഫാരിയിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഈ രൂപത്തിൽ ആധുനിക അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, ഇതിനോട് നമ്മുടെ സമീപനം എന്താണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂറത്തുൻ നംലിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു. സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഫോണുമായി നടക്കുമ്പോൾ അതിൽ മറ്റൊരാൾക്ക് മെസ്സേജ് അയച്ച് അവരുമായി പരിചയം പുതുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, നമുക്കിന്നൊരു യാത്ര ഒഴിവാക്കി ഒരു വ്യക്തിയോട് സംസാരിക്കാൻ ഇങ്ങനെയുള്ള ഒരു മാർഗം, നമ്മുടെ സമയം ലാഭിക്കാൻ, നമ്മുടെ പരിശ്രമം ലാഭിക്കാൻ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ടെങ്കിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് നൽകിയത് എന്തിനാണ്? ഈ അനുഗ്രഹങ്ങൾ എന്താണ് നമുക്കുള്ള ബാധ്യത? ലിയബ്ലുവനി, എനിക്കുള്ള പരീക്ഷണമാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ കയ്യിലുള്ള ഫോൺ, അതിലുള്ള വാട്സപ്പുകൾ, അതിലുള്ള ഇൻസ്റ്റാഗ്രാം, അതിലുള്ള ഫേസ്ബുക്കുകൾ, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നീ അത് ഉപയോഗിക്കുന്നത്? അതിന്റെ മുമ്പിൽ നീ സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാതെ അതിനെ തിന്മകളിൽ ഉപയോഗിക്കുന്ന എത്രയെത്ര ആളുകൾ, എത്രയെത്ര യുവാക്കൾ, എത്രയെത്ര യുവതികൾ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഷർ എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഷറുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അറിയാതെ കടന്നു വരികയാണ്. ഒരുവൻ മസ്ജിദിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അവന്റെ കീശയിൽ, അവന്റെ പോക്കറ്റിൽ അവന് ഫോൺ എടുക്കാം, അവന് ഹറാമുകൾ കാണാം, ഹറാമുകൾ സംസാരിക്കാം, അവന് ബന്ധം വെക്കൽ അനുവദിക്കപ്പെടാത്ത ആളുകളുമായി സംസാരിക്കാനുള്ള സൗകര്യം ഏത് സാഹചര്യത്തിലും അവന് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ചോദ്യമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആധുനിക സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ
ഉപയോഗിക്കുന്ന സഹോദരങ്ങളോട് ചില നസീഹത്തുകളാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ, ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ, ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ആയത്താണ് അല്ലാഹു സൂറത്തുൻ നിസായിൽ പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ, നീ ഒരു കാര്യം നോക്കുമ്പോൾ, നിന്റെ കാഴ്ചകളെ കാണുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, നീ സംസാരിക്കുന്നത് അല്ലാഹു കാണുന്നു. നിന്റെ രഹസ്യ ജീവിതം അറിയുന്നവൻ, നിന്റെ പരസ്യ ജീവിതം അറിയുന്നവൻ, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവർത്തനങ്ങൾ. അല്ലാഹു പറഞ്ഞതുപോലെ യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, നിന്റെ മനസ്സുകളിൽ നീ മറച്ചുവെച്ചതും നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വീക്ഷിക്കുന്നു. വഹുവ മഅകും ഐനമാ കുൻതും, നീ എവിടെയാണെങ്കിലും അല്ലാഹു അറിയാതെ നിനക്കൊരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല എന്നൊരു ഓർമ്മ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും റീലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നിനക്ക് വിലക്കിയതാണ് നീ കാണുന്നതെങ്കിൽ, റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന കണ്ണുപയോഗിച്ചുകൊണ്ട് അല്ലാഹു ഹറാമാക്കിയത് നീ കാണുകയാണെങ്കിൽ, അല്ലാഹു നിനക്ക് വിലക്കിയതാണ് മ്യൂസിക്കുകളാണ് നീ കേൾക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നീ കാണുന്ന ഏതെങ്കിലും വീഡിയോക്ക് താഴെ നീ അവിടെ പോസ്റ്റ് ചെയ്യുന്ന കമന്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളിൽ നിന്ന് മറക്കാൻ കഴിഞ്ഞാലും, ജനങ്ങൾ കാണുന്നില്ല എന്ന് സമാധാനിക്കാൻ കഴിഞ്ഞാലും, ഖറാഇതി റഹിമഹുല്ലാഹ് ഇഅ്തിലാലുൽ ഖുലൂബിൽ പറഞ്ഞതുപോലെ, ലാ തജഅലില്ലാഹ അഹ്വന നാളിരീന ഇലൈക്, നിന്നിലേക്ക് നോക്കുന്നവരിൽ ഏറ്റവും വിലയില്ലാത്തവനായി അല്ലാഹുവിനെ നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. പ്രിയപ്പെട്ടവരെ, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ, അന്യ പെണ്ണിന് ഒരു മെസ്സേജ് അയക്കുമ്പോൾ, ഹറാമായ ഒരു വീഡിയോ നാം കാണുമ്പോൾ, ഹറാമായ ഒരു ശരീരത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഒരു മ്യൂസിക് നാം കേൾക്കുമ്പോൾ, വൃത്തികേടുകൾ എന്തെങ്കിലും നാം പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ, ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു എന്നൊരു ബോധം നമുക്ക് സദാസമയം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന്റെ മജ്ലിസിൽ വെച്ച് പറഞ്ഞു, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, സഹാബികളെ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലജ്ജയുള്ളവരാകണം, അല്ലാഹു കാണുന്നു എന്ന ബോധം വേണം. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്, പ്രവാചകരെ, നമുക്ക് ലജ്ജയുണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ലൈസ ദാക്, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വലാകിന്നൽ ഇസ്തിഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനോട് നിങ്ങൾക്ക് ലജ്ജയുണ്ടാകണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലജ്ജയുള്ളവനാണ് നീയെങ്കിൽ, മുസ്ലിമേ, സഹോദരി, നിനക്ക് റബ്ബിനോട് ലജ്ജയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ തഹ്ഫദ റഅസ വമാ വഅ, നിന്റെ തലയെ നീ സൂക്ഷിക്കുക, അതിലുള്ള അവയവങ്ങൾ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ നീ കാണരുത്, നിന്റെ ചെവി കൊണ്ട് ഹറാമുകൾ നീ കേൾക്കരുത്, നിന്റെ വായ കൊണ്ട് ഹറാമിന് വേണ്ടി നീ സംസാരിക്കാൻ പാടില്ല. വതഹ്ഫദൽ ബത്ന വമാ ഹവ, നിന്റെ വയറിനെ നീ സൂക്ഷിക്കണം, അതിലേക്ക് പ്രവേശിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമുകൾ കയറിക്കൂടാത്തത്, നീ ഹറാമുകൾ കയറില്ല എന്ന് നീ ഉറപ്പുവരുത്തണം. ഫമൻ ഫഅല ദാലിക് ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹ്, അതാണ് അല്ലാഹുവിനോട് നാം കാണിക്കേണ്ട ലജ്ജയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, റബ്ബ് കാണുന്നു എന്നൊരു ബോധം സദാസമയം നമുക്കുണ്ടാകണം. ഈ മാധ്യമങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ ആര് കാണുന്നില്ലെങ്കിലും, ആരെ തൊട്ട് മറക്കാൻ സാധിച്ചാലും അല്ലാഹു കാണുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون. യുവാക്കളെ, സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് നീ റബ്ബിന്റെ മുന്നിലേക്ക് വന്നാൽ നിന്റെ കൈകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. നിന്റെ കൈകൾ റബ്ബിന്റെ മുമ്പിൽ, നീ ഒരു പോസ്റ്റ് ചെയ്താൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ കൈകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. നീ ഒരു ഹറാമിന് വേണ്ടി ഒരു ലൈക്ക് കൊടുത്താൽ റബ്ബിന്റെ മുമ്പിൽ നാളെ നിനക്ക് പകരമായി, നിനക്കെതിരായി അത് സാക്ഷി പറയും. വഅർജുലുഹും, അതിനു വേണ്ടി നീ നടന്നുപോയാൽ നിന്റെ കാലുകൾ റബ്ബിന്റെ മുമ്പിൽ സാക്ഷ്യം പറയും. യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുൽ ഹഖ് വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. ഓരോരുത്തരും ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയി കളവ് പറയണമെന്നില്ല, എവിടെയെങ്കിലും പോയി വൃത്തികേടുകൾ കാണിക്കണമെന്നില്ല. നീ നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അല്ലാഹു നിഷിദ്ധമാക്കിയത് നീ കണ്ടാൽ നിന്റെ കണ്ണ് നിനക്കെതിരെ റബ്ബിനോട് സാക്ഷ്യം പറയും. അല്ലാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, പരലോകത്തെത്തിയാൽ നാളെ ഞാനും നിങ്ങളും മരിക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസി സമൂഹം അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് അല്ലാഹു സീലുകൾ വെക്കും.
വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ റബ്ബിനോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, കാലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ, സെർച്ച് എഞ്ചിനുകൾ നാം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു നസീഹത്ത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. റബ്ബ് കാണുന്നു. ആരെ കാണുന്നില്ല എങ്കിലും, ആരെ തൊട്ട് മറക്കാൻ സാധിച്ചാലും, നാളെ ഏതൊരു റബ്ബിന്റെ മുമ്പിലാണോ നീ നിൽക്കേണ്ടത്, അവൻ നിന്നെ കാണും. അന്യ പെണ്ണിനോട് നീ ബന്ധം വെക്കുമ്പോൾ അവളെ ഗേൾ ഫ്രണ്ട് എന്ന് വിളിച്ചാലും ബെസ്റ്റി എന്ന് വിളിച്ചാലും, നാളെ റബ്ബിന്റെ മുമ്പിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണുമായി നീ സംസാരിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് വിചാരണ ഉണ്ടാകുമെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. മരിക്കുന്നവരാണ് നാം, നമുക്കറിയാം. മരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് നാം. മരിക്കില്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാമായിരുന്നു. മരണശേഷം ഖബറിൽ നമ്മോട് ചോദ്യമുണ്ടാകുമ്പോൾ, അതിനുശേഷം മഹ്ശറിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്ത് മറുപടിയാണ് റബ്ബിനോട് നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് റബ്ബ് കാണുന്നു എന്ന് ഓർമ്മയുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കള്ളങ്ങളും അഭ്യൂഹങ്ങളും അപവാദങ്ങളും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് അറിയാം, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഓൺലൈൻ മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകളെ കുറിച്ച് ഇല്ലാത്ത വാർത്തകൾ, നല്ലവരെ കുറിച്ച് മോശമായ വാർത്തകൾ, ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണ്? അവന് ലഭിക്കുന്ന ഏതൊരു വാർത്തയും ഷെയർ ചെയ്യാൻ അവന് പാടില്ല. അവൻ വാർത്തയെടുക്കുന്നത് എവിടെ നിന്നുമാകാൻ പാടില്ല. അല്ലാഹു സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു ഫാസിഖായ മനുഷ്യൻ ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ, ഒരു വാർത്തയുമായി നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ, ഇന്നയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നയാൾക്ക് ഒരു പെണ്ണുമായി മോശ ബന്ധമുണ്ട് എന്നൊക്കെ നിന്റെ അരികിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു പറയുന്നു, ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തുക. ഫാസിഖാണ് ഒരു വിവരം കൊണ്ടുവരുന്നതെങ്കിൽ, നമുക്കറിയാം ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന്റെ വകയായി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പ്രചരിപ്പിക്കാറുള്ളത്. അതൊക്കെ വിശ്വസിക്കുക എന്നുള്ളതല്ല മുസ്ലിം. മറിച്ച് ഫതബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്. ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഉറപ്പുവരുത്താതെ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ പിന്നീട് ഖേദിക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും മോശപ്പെട്ട ഒരു വർത്താനം പരസ്പരം ആരെങ്കിലും ഷെയർ ചെയ്താൽ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഉറപ്പുവരുത്തണം. അടിസ്ഥാനം നമ്മുടെ ഒരു മുസ്ലിം സഹോദരനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. അവനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു അവൻ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം അവനെ കുറിച്ച് നല്ലത് വിശ്വസിക്കുക. അവൻ ഏതെങ്കിലും പെണ്ണുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ, അപവാദങ്ങൾ പറഞ്ഞാൽ, നാം എപ്പോഴും ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കാര ശേഷം സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു, ആരെങ്കിലും രാത്രി എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? സഹാബികൾ പറഞ്ഞു, ആരും കണ്ടിട്ടില്ല പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിൽ എന്റെ അരികിലേക്ക് ഒരു മലക്ക് വന്നു. 2 മലക്കുകൾ എന്റെ അരികിലേക്ക് വന്നു. അവരെന്നെയും കൂടി ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് കാണുന്ന കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഹദീസിൽ അത് വിശദീകരിച്ചു. അതിൽ നമ്മുടെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനൊരു വ്യക്തിയെ കണ്ടു. ഒരു വ്യക്തി നിൽക്കുകയാണ്, അദ്ദേഹത്തിന് മുമ്പിൽ മറ്റൊരാൾ ഇരിക്കുകയും ചെയ്യുന്നു. അവരുടെ കയ്യിൽ ഫീ യദിഹി കല്ലൂമുൻ മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു വടി അവരുടെ കയ്യിലുണ്ട്. അതിന്റെ അവസാനം ഒരു ഹൂക്ക് പോലെയുള്ള ഒരു സാധനവും. ഈ ഹൂക്ക് പോലെയുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി ഇരിക്കുന്ന വ്യക്തിയുടെ കവിളിൽ അത് ഇട്ട് വലിച്ച് അവരുടെ തലയുടെ പിൻഭാഗത്തേക്ക് വരെ അത് വലിച്ചു കീറുകയാണ്. അതിനുശേഷം ഇടതേ ഭാഗത്തേക്ക് ഇതുപോലെ ചെയ്യും. ഇടതു ഭാഗം കഴിയുമ്പോഴേക്ക് വലതു ഭാഗം നേരത്തെ ഉള്ളതുപോലെ അത് സാധാ രീതിയിലായി തീരും. വീണ്ടും അവിടെ ഇങ്ങനെ വലിച്ചു കീറപ്പെടും. ഇങ്ങനെ ആവർത്തിച്ച് അവർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലായികത്തുകളോട് ചോദിച്ചു, മലായികത്തുകളെ, ആരാണിവർ? ഈ രൂപത്തിൽ ശിക്ഷ ലഭിക്കുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അമ്മല്ലദീ റഅയ്തഹു യശഖു ശിദ്ഖഹു ഫകദ്ദാബുൻ യുഹദ്ദിസു ബിൽകദിബ ഫതുഹ്മലു അൻഹു ഹത്താ യബ്ലുഗ അൽആഫാഖ്
ആളുകളോട് കളവ് പറഞ്ഞ് ആ കളവുകൾ പ്രചരിപ്പിക്കുന്നവർക്കാണ് ഈ ശിക്ഷ ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ ഒരാൾക്കെതിരിൽ എന്തെങ്കിലും കിട്ടിയെന്നല്ല, അത് പരസ്പരം പ്രചരിപ്പിക്കുന്നതിനെ തൊട്ട് നാം ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നു, ഇത്തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില വാർത്ത ലഭിച്ചാൽ, ഇന്ന് പലർക്കും വലിയ ആവേശമാണ്. ഒരു വ്യക്തിയെ കുറിച്ച്, സമൂഹത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് മോശപ്പെട്ട വാക്കുകൾ കേട്ടാൽ, വൃത്തികേടുകൾ കേട്ടാൽ, തന്റെ സഹോദരനെ കുറിച്ച് അവൻ മദ്യപിക്കുന്നു, അവൻ ഹറാമ് ചെയ്യുന്നു എന്ന് കേട്ടാൽ അത് പരസ്പരം പറഞ്ഞു നടക്കുക. അല്ലാഹു പറയുന്നു, ഇത്തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ പരസ്പരം ഇത് ആളുകളോട് പറഞ്ഞു നടന്നാൽ, വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യം ആളുകളോട് നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്താൽ, തഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ കരുതുന്നത് എന്താണ്? ഇതൊക്കെ നിസാര കാര്യമെന്നല്ലേ, വാട്സാപ്പിൽ ഒരു ഷെയർ അല്ലേ, ഒരു മെസ്സേജ് അല്ലേ? വഹുവ ഇൻദല്ലാഹി അളീം, എന്നാൽ നാളെ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപവാദങ്ങൾ പ്രചരിക്കുന്ന ഈ കാലം, സോഷ്യൽ മീഡിയകളിൽ അപവാദങ്ങൾ പ്രചരിച്ചാൽ അത് ഏറ്റുപിടിക്കുന്നവനായി ഒരു മുസ്ലിം ഒരിക്കലും മാറാൻ പാടില്ല. ഇനി ഒരു സഹോദരൻ, ഒരു വ്യക്തി തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരാൾ തിന്മ ചെയ്തു, നമുക്ക് ഉറപ്പു വന്നു. ഒരാൾ മദ്യപിച്ചു എന്ന് നമുക്കറിയാം. അവൻ മദ്യപിക്കുന്ന ഫോട്ടോ, വീഡിയോ നമുക്ക് ലഭിച്ചു. അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. മറ്റുള്ളവരുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ബർദത്ത് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്താണ്, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയരുത്, ഗീബത്ത് പറയരുത്. അവരിലുള്ള കാര്യം, അവർ ചെയ്ത പാപം, അത് നിങ്ങൾ പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാനും പാടില്ല. ഇവരെന്താ ചെയ്തത്, അവരെന്താ ചെയ്തത്, എന്താണ് അവിടെ സംഭവിച്ചത്, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. എന്താണ് അവർക്കുള്ള താക്കീത്? അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം യത്തബിഉ അല്ലാഹു ഔറതഹു, തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുവൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ ന്യൂനതകൾ കണ്ടെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ന്യൂനതകൾ കണ്ടെത്തും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യത്തബിഉ അല്ലാഹു ഔറതഹു, ഒരുവന്റെ ന്യൂനതകൾ എങ്ങാനും അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നാൽ യഫ്ളഹുഹു വലൗ ഫീ ജൗഫി ബൈതി, അവൻ അവന്റെ വീട്ടിന്റെ അകത്തിരുന്നാലും അല്ലാഹു അവനെ വശറാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സഹോദരങ്ങളെ, ആളുകൾക്കെതിരിൽ അപവാദങ്ങൾ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും സോഷ്യൽ മീഡിയകളിൽ വന്നാൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആശയവിനിമയ മാർഗങ്ങൾ, അതിനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ ഉപയോഗിക്കാൻ നാം ശ്രമിക്കുക. ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇന്ന് ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള മീഡിയകളിൽ ആളുകൾക്ക് വലിയ റീച്ച് ഉണ്ടാകുന്നു, അവരെ കേൾക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അവരും തീരുമാനിക്കും, സ്വന്തമായിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങാം, സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഫേസ്ബുക്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും, യൂട്യൂബിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അവരതിലതാ വീഡിയോകൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ശർഇന് ഇതിൽ കാഴ്ചപ്പാടുകളുണ്ട്. തോന്നിയതെന്തും അക്കൗണ്ടുകളിൽ വന്ന് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. ചില ആളുകൾ വന്ന് അവർ കണ്ട മ്യൂസിക്കുകളെ കുറിച്ച്, അവർ കേട്ട മ്യൂസിക്കുകളെ കുറിച്ച് റിവ്യൂസ് പറയും, അവർ കണ്ട സിനിമകളെ കുറിച്ച് റിവ്യൂസ് പറയും. അത് കേൾക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മതി മുആഫ ഇല്ലൽ മുജാഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും വിട്ടുവീഴ്ച നൽകുന്നതാണ്, മാപ്പ് നൽകുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ. മുജാഹിരീങ്ങൾക്കൊഴികെ. ആരാണ് ഈ മുജാഹിർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ആരാണ് ഈ മുജാഹിരീങ്ങൾ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അവരവരുടെ രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യും. അവർ ഹറാമ് കണ്ടിട്ടുണ്ടാകാം, അവർ ഹറാമ് കേട്ടിട്ടുണ്ടാകാം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ വന്ന് ആളുകളുടെ മുമ്പിൽ അവൻ പറയും, ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തിരുന്നു. അതാണല്ലോ ട്രെൻഡ്. ആളുകൾ സോഷ്യൽ മീഡിയകളിൽ, ഇൻസ്റ്റാഗ്രാമുകളിൽ എന്തെങ്കിലും പുതിയ സിനിമ ഇറങ്ങിയാൽ അതവൻ കണ്ട് അതിന്റെ റിവ്യൂ സോഷ്യൽ മീഡിയയിലിടും. എന്താണ് ഉദ്ദേശം? മറ്റുള്ളവർ അത് കാണാൻ. പിശാചിന്റെ ഏജന്റായി പണിയെടുക്കുന്ന ആളുകൾ എത്രയെത്ര ആളുകൾ നമ്മൾ ഇന്ന് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിശാചിന്റെ ഏജന്റായി, പിശാചിന്റെ പണിക്കാരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ആണും പെണ്ണും
പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിനക്ക് നൽകി ഈ നാവുകൊണ്ട്, റബ്ബ് നൽകിയിരിക്കുന്ന ഈ കഴിവുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കാൻ മറ്റുള്ളവരെ ക്ഷണിച്ചാൽ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുണ്ടാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ഏജന്റായി പണിയെടുക്കുന്നതിനെ നാം സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നാം ഓപ്പൺ ചെയ്യുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാണോ അത് ഉപയോഗിക്കുന്നത് എന്നൊരു ചിന്ത നമുക്ക് സദാസമയം ഉണ്ടാകണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പലരും അത് തുടങ്ങാൻ അവരെ പ്രചോദനമാകുന്നത് എന്താണ്? പലരുടെയും ജീവിതം കാണുമ്പോൾ അവരൊക്കെ നല്ല രൂപത്തിൽ ഏൺ ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങാം, എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യാം, അതിൽ നിന്ന് വരുമാനം ലഭിക്കും എന്ന് കരുതുന്ന ആളുകൾ. ശറഈയായി സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വ്യക്തി അവൻ സമ്പാദിക്കുന്ന അവന്റെ സമ്പാദ്യം അതിന് ശറഈന്റെ കാഴ്ചപ്പാടിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അക്കൗണ്ട് തുടങ്ങുകയും ഹലാലായ രൂപത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന പോസ്റ്റുകൾ അതിൽ പോസ്റ്റ് ചെയ്യുകയും ഹറാമായ പരസ്യങ്ങൾ അവൻ ഓഫ് ചെയ്യുകയും അങ്ങനെ ഒരു വ്യക്തി അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ശറഈയായിട്ട് അനുവദനീയാണ്. അതല്ല എങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ, ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പല ആളുകളും പല ഏജൻസികളും ഇന്ന് തയ്യാറാണ്. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു മാർഗം ഒരുവൻ സ്വീകരിക്കുന്നെങ്കിൽ, തന്റെ അക്കൗണ്ടിലുള്ള ഫോളോവേഴ്സിനെ കൂട്ടാൻ ഇത്തരത്തിലുള്ളൊരു മാർഗം സ്വീകരിക്കുന്നെങ്കിൽ അത് ഇസ്ലാം വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അൽ മുതശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി സൗബി സൂർ. ഒരു വ്യക്തിക്ക് ഇല്ലാത്തത് തനിക്കുണ്ടെന്ന് കാണിക്കുന്നവർ അവർ വഞ്ചനയുടെ കാപട്യത്തിന്റെ വസ്ത്രങ്ങൾ ധരിച്ചവരെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വേറെ ചില ആളുകൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യും, അതിൽ പരസ്യത്തിന്, യൂട്യൂബിനാണെങ്കിലും ഫേസ്ബുക്കിനാണെങ്കിലും പരസ്യത്തിന് അനുമതി നൽകും, പരസ്യം ഓൺ ചെയ്യും, അതിൽ പരസ്യങ്ങൾ വരും. ചില ആളുകൾ എന്താ പറയാ, പരസ്യം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, പരസ്യത്തിന്റെ മേഖല നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം, സ്റ്റഡീസുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ മാത്രം വരണം, അല്ലെങ്കിൽ ഇന്ന വിഷയം മാത്രം വരണം, പക്ഷേ അതിൽ വരുന്ന കണ്ടന്റുകളിൽ ഹറാമുകൾ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അവന് സാധിക്കുകയില്ല. അതിൽ പെണ്ണിന്റെ ശരീരഭാഗം വരാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അവന് സാധ്യമല്ല, മ്യൂസിക്കുകൾ വരാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ അവന് സാധ്യമല്ല. അത്തരത്തിൽ ഒരാൾ അക്കൗണ്ട് തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ ശർഈന്റെ കാഴ്ചപ്പാടിൽ പ്രിയപ്പെട്ടവരെ അത് ഹറാമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ അവർ വരുത്തണമെന്നില്ല. അവർ മറ്റുള്ളവരുടെ പ്രൊഡക്ട്സ് അതിനെക്കുറിച്ച് റിവ്യൂസ് പറയും, എന്നിട്ട് ആ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കും. അതല്ലെങ്കിൽ റിസോർട്ടുകളുടെ പരസ്യം ചെയ്യും, ആ കമ്പനികളിൽ നിന്ന് അവർ വരുമാനം വാങ്ങിക്കും. അവർക്ക് പരിചയമില്ലാത്ത ചില ആളുകളൊക്കെ ഇത് ചെയ്യുന്നത് അവർ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുകയില്ല, ആ റിസോർട്ടിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവുകയില്ല. അത്തരത്തിൽ തനിക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുക എന്നുള്ളത്, അത് നല്ലതാണെന്ന് പറയുന്നത് ദീനിൽ വളരെ കഠിനമായ പാപമാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗല അസ്സൂർ. കള്ള സാക്ഷ്യങ്ങളെ, കള്ള വാക്കുകളെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു പറയുന്നു. അതിന്റെ ഗൗരവം എന്താണ്? അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഅക്ബറിൽ കബായിർ. സഹാബികളെ, ഏറ്റവും വലിയ പാപം, നിങ്ങൾക്കറിയാം പാപങ്ങൾ വലുതുണ്ട് ചെറുതുണ്ട്, ഏറ്റവും വലിയ പാപത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു, സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ചാർന്നിരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയിരുന്നു. പിന്നീട് ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു, അലാ വ ഖൗലുസ് സൂർ, അലാ വ ഖൗലുസ് സൂർ, നിങ്ങൾ കള്ള സാക്ഷ്യത്തെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നാം ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളത് കള്ളസാക്ഷ്യമാണ്. ഇത് നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾ വാങ്ങിക്കൊള്ളുക എന്ന ആളുകളോട് പറയുന്നത് കള്ളസാക്ഷ്യമാണ്. അതിന് ആ കമ്പനി നൽകുന്ന പൈസ, അതിനുള്ള ഇൻകം, അതൊരു മുസ്ലിമിന് സ്വീകരിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ
കള്ളസാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹിയ ഷഹാദതു ബിൽ കദിബ് ലിയതവസ്സല ബിഹാ ഇലൽ ബാത്തിൽ മിൻ അഖ്ദി മാലിൻ ഔ ഇത്ലാഫി നഫ്സ്. ആളുകളുടെ പണമെടുക്കാൻ, ആളുകളുടെ പൈസ എടുക്കാൻ സാക്ഷ്യം പറയുന്നതിനാണ് കള്ളസാക്ഷ്യം എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ ബിമ യഖുദു അഹദുകും മാല അഖി, ഒരു സഹോദരന്റെ പണം ഒരു ഹക്കുമില്ലാതെ നിനക്ക് എങ്ങനെയാണ് എടുക്കൽ അനുവദനീയമാവുക? കാരണം നീ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തു, ഇത് കാണുന്ന ഒരു സാധാരണക്കാരൻ ഒരു പക്ഷെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. നിന്റെ വാക്ക് കേട്ട് വഞ്ചിക്കപ്പെട്ട് അവനത് വാങ്ങിച്ച് അത് നല്ലതല്ല എങ്കിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ അതിന്റെ മേലെടുത്തിരിക്കുന്ന ഇൻകം നിന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വിരുദ്ധമായി ആളുകൾ ഇങ്ങനെ പണങ്ങൾ സമ്പാദിക്കുമ്പോൾ അതിൽ കണ്ട് കണ്ണഞ്ചി പോകേണ്ട ആളുകളല്ല നമ്മൾ. ശർഈയായ രൂപത്തിൽ, ഹറാമുകൾ കടന്നു വരാത്ത രൂപത്തിൽ നമുക്ക് ഈ മാർഗങ്ങൾ ഉപയോഗിക്കാം. അതല്ലാതെ ഹറാമുകൾക്ക് വേണ്ടി ഈ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്, സമ്പാദ്യമുണ്ടാക്കാൻ ഈ ഹറാമുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും, പ്രത്യേകിച്ച് കുട്ടികൾ, സോഷ്യൽ മീഡിയയിൽ അവർ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ അവരുടെ ജീവിതത്തിൽ മാതൃകകളാക്കി കൊണ്ട് നടക്കും. അവരുടെ ജീവിതത്തിൽ റോൾ മോഡലായി ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരായിരിക്കും ജീവിതത്തിൽ ഏറ്റവും അവർ കൊണ്ടു നടക്കുന്ന ആളുകൾ. അവരുടെ ജീവിതം എന്താണെന്ന് അറിയാത്തവർ. ആ ആളുകൾ പലപ്പോഴും അവരുടെ വീടിന്റെ വിഷയത്തിൽ, കുടുംബം നോക്കുന്ന വിഷയത്തിൽ പരാജിതരായിരിക്കും. എത്ര ആളുകൾ സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, സ്വന്തം വീട്ടിൽ പോലും കയറ്റാത്ത ആളുകൾ അവരിതാ യൂട്യൂബിൽ വന്ന് വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലിരുന്ന് അത് കാണുന്ന എത്രയോ യുവാക്കൾ, യുവതികൾ, അവരെയാണ് മാതൃകകളായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, സയഅതി അലൻ നാസി സനവാതുൻ ഖദ്ദാഅത്, ജനങ്ങൾക്ക് മുമ്പിൽ ചില വർഷങ്ങൾ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ധാരാളം ആളുകൾ അക്കൗണ്ടുകൾ തുറന്ന് ആളുകളെ വശീകരിക്കുന്ന പലരുടെയും ചരിത്രം നിങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിനെ വ്യക്തമായി കാണാം. സനവാതുൻ ഖദ്ദാഅത്, ജനങ്ങളെ വഞ്ചിക്കുന്ന ചില വർഷങ്ങൾ വരാനുണ്ട്. എന്താണ് ആ വർഷങ്ങളുടെ, ആ കാലങ്ങളിൽ ഉണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്നവനെ ആളുകൾ അവനെ നല്ലവനായി ചിത്രീകരിക്കും. അവൻ സത്യം പറയുന്നവനാണെന്ന് വിചാരിക്കും. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ രൂപത്തിൽ അവൻ നന്മപരമാണെന്ന് കാണിക്കുമ്പോൾ, ആളുകളെ സഹായിക്കുന്നെന്ന് കാണിക്കുമ്പോൾ അതിൽ ആളുകൾ വഞ്ചിതരാകും. വയുകസ്സബു ഫീഹ സാബിഖ്, സത്യം പറയുന്ന ആളുകൾ അവരെ കുറ്റപ്പെടുത്താൻ പലരും ഉണ്ടാകും. വയുക്തബറു ഫീഹൽ ഖായിൻ, വഞ്ചിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും. എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കാണും, എത്രയെത്ര സംഭവങ്ങൾ വഞ്ചന കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, മണി ചെയിനും മറ്റുമൊക്കെ നമ്മുടെ നാട്ടിൽ സമീപകാലം ഉണ്ടായതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ ജീവിതം അതിനെ പകർത്തുന്നതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ജീവിതമുണ്ട്. ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, സഹാബത്തിന്റെ മാർഗം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. പ്രത്യേകിച്ച് ഉണർത്താനുള്ള മറ്റൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ വന്നതോടുകൂടി പലതരത്തിലുള്ള ഹറാമുകളും നമുക്കിടയിലേക്ക് വീണ്ടും വീണ്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റൻസായി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും അവർക്ക് എന്തെങ്കിലും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റിയുടെ നിബന്ധന ഉണ്ടാകും, വിദ്യാർത്ഥി സ്വന്തം എഴുതണം. അവരിതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യും. അത് പിന്നീട് ആ സ്ഥാപനത്തിന് സമർപ്പിക്കും. ഹറാമാണ് എന്നതിൽ ആർക്കാണ് അത് തർക്കം? ചില കമ്പനികളിൽ ഇന്റർവ്യൂക്ക് പോകുന്ന കുട്ടികൾ ഇന്റർവ്യൂക്ക് വേണ്ടി എന്തെങ്കിലും അതിന് ഇന്റർവ്യൂ മറ്റോ ഉണ്ട് എങ്കിൽ അതിൽ ഉപയോഗിച്ച് അതിന് മറുപടി പറയുക, അതിനെ തുടർന്ന് ജോലി കരസ്ഥമാക്കുക. ആ ചെയ്ത പ്രവർത്തനം ഹറാമാണ്, പിന്നീട് ജോലി നേടിയാൽ ആ ജോലി ഹറാമാണ്, അതിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യം ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ വമതഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുസിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അങ്ങനെ സോഷ്യൽ മീഡിയകളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം നിഷിദ്ധമാണ്. അവന്റെ വെള്ളം അത് നിഷിദ്ധമാണ്, അവന്റെ വസ്ത്രം അത് നിഷിദ്ധമാണ്. വഗുസിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ചവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അങ്ങനെയുള്ള ഒരുവന് എങ്ങനെയാണ് അല്ലാഹുവിൽ നിന്ന് ദുആഇന് ഉത്തരം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നാം ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത രൂപത്തിൽ ഒരു കാരണവശാലും നാം ഉപയോഗിക്കാൻ പാടില്ല. പൊതുവായ മറ്റൊരു നസീഹത്ത്, ഇന്ന് പല സഹോദരങ്ങളും എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ അവർക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ലൈക്ക് കൊടുക്കും, അത് അംഗീകരിക്കും. അള്ളാഹുവിന് തൃപ്തിയല്ലാത്തൊരു കാര്യം അതിലുണ്ടെങ്കിൽ അതിനാണ് നീ ലൈക്ക് കൊടുക്കുന്നതെങ്കിൽ നാളെ നിന്റെ വിരൽ തുമ്പുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നാം ഓർക്കുക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ മാർഗങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. ഇന്ന് ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയുന്ന വാദം എന്താ? ചില ആളുകൾ പറയും, ചില ഉസ്താദ്മാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടല്ലോ, മസ്ജിദുൽ ഹറാമിലെ ശൈഖുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീൻ അത് ദീനാണ്. അത് ഏത് വ്യക്തി തെറ്റ് ചെയ്താലും തെറ്റാണ്, നന്മ ചെയ്താൽ നന്മയാണ്. ഏതെങ്കിലും ഉസ്താദ് ഉപയോഗിച്ചു എന്നത് കരുതികൊണ്ട് ഹറാം ഹലാലാവില്ല, ഹലാൽ ഹറാമാവില്ല. അള്ളാഹുവിന്റെ ദീൻ ഇത് റബ്ബിന്റെ ദീനാണ്. ഈ ദീനിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹറാമ് ആര് ചെയ്താലും മസ്ജിദുൽ ഹറാമിലെ ഇമാമ് ചെയ്താലും അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാണ്. ആരെങ്കിലും അത് ചെയ്യുന്നു എന്ന് കരുതി നാളെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ചെയ്യാനുള്ള തെളിവല്ല. റബ്ബിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. ഹറാമായ എല്ലാ ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കാൻ, ഹറാമായ ഭക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവരുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഏതാനും വർഷങ്ങൾ മുമ്പൊക്കെ നിങ്ങൾ നോക്കിയാൽ നെറ്റുകൾ ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരുന്നു. പക്ഷെ പിന്നീട് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തും മറ്റും ഫ്രീ ആയി നൽകപ്പെടാൻ വേണ്ടി തുടങ്ങിയതോടുകൂടി വീട്ടിലുള്ള സ്ത്രീകളും പ്രായമുള്ളവരും എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല, ഉപയോഗിക്കാം. പക്ഷെ ഹറാമായ രൂപത്തിൽ ഇതിനൊക്കെ ഉപയോഗിക്കാൻ ആളുകൾ ഇന്ന് തുടങ്ങുന്നു. പ്രത്യേകിച്ച് ചിലർക്കൊക്കെ വരുമാനം ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ മറ്റു സ്ത്രീകളും അതിന്റെ പിന്നാലെ പോകുന്നു. ഇതൊക്കെ നമ്മുടെ വീടുകളിലാണ് നടക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, ഓരോരുത്തരും അവരുടെ കുടുംബത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ്. ഓരോരുത്തരും റബ്ബിന്റെ മുമ്പിൽ വിചാരണ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇതിന്റെ ഉപയോഗം അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മക്കൾ മ്യൂസിക് കേൾക്കുന്നുവെങ്കിൽ അത് നാം തടുക്കുക, അത് പാടില്ല എന്ന് പറയുക. ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യം കേൾപ്പിച്ചു കൊടുക്കുക. ഹറാമുകൾ കേട്ട് ഹറാമുകൾ തിന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കൂ, ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമായ കാരണത്താൽ വീടുകളിൽ പരസ്പരം ഉപ്പയും മക്കളും ഇരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ സമയമില്ല. അവര് പരസ്പരം മിണ്ടിയും പറയും ഇരിക്കുന്നില്ല. നിങ്ങൾ കുറച്ച് പ്രായമുള്ളവരോട് ചോദിച്ചാൽ അന്ന് ഈ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ ജീവിതത്തിൽ ആസ്വദിച്ചിരിക്കുന്ന ആസ്വാദനം എത്രമാത്രം വലുതായിരുന്നു, എത്ര സന്തോഷത്തോടെയാണ് അവർ പരസ്പരം ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകൾ വ്യാപകമായി ഉപ്പയും മക്കളും തമ്മിൽ ബന്ധമില്ല, ഉമ്മയും ഉപ്പയും തമ്മിൽ ബന്ധമില്ല, പരസ്പരം സംസാരിക്കാൻ ആർക്കും നേരമില്ല. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് മൊബൈൽ നൽകാൻ, അവർക്ക് എന്തെങ്കിലും ഹറാമുകൾ കാണിച്ചു കൊടുക്കാൻ. ഈ ഹറാമുകളൊക്കെ കുട്ടികൾക്ക് നാം കാണിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിസ്സാര കാര്യമായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് എല്ലാവരും പാരായണം ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരായത്തുണ്ട്, വവുദിഅ അൽ കിതാബ്, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഏതോ ഒരു സമൂഹത്തെ കുറിച്ചല്ല, ഞാനും നിങ്ങളും നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തിയാൽ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, നമുക്ക് ലഭിക്കപ്പെടുന്ന കിതാബുകൾ നമ്മുടെ കൈകളിൽ എത്തിയാൽ നമ്മളൊന്ന് ഭയക്കും, അത് നോക്കിക്കൊണ്ട് നമ്മളൊന്ന് പേടിക്കും. വയഖൂലൂൻ, അവർ പറയും, യാ വൈലതനാ മാ ലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണെന്ന് പറയുന്ന ഒരു ഘട്ടം വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് പറയുക? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ,
നാം ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഒരു ഹറാമ് കണ്ടാൽ, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ അതിൽ നമുക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരം നാം കണ്ടാൽ, മ്യൂസിക്കുകൾ നാം കേട്ടാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയത് നാം കേട്ടാൽ, നാളെ ഈ കിതാബ് നമുക്ക് നൽകപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ തുറന്നു പറയും, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നമ്മൾ ചെയ്തതൊക്കെ ഈ കിതാബിലുണ്ട്. നമ്മുടെ വീട്ടിൽ മക്കൾക്ക് സിനിമ കാണാൻ അവിടെ ടി വി നാം തയ്യാറാക്കി കൊടുത്താൽ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ, വൃത്തികേടുകൾ കാണാനും കേൾക്കാനും അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്താൽ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ അവർക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത കാരണത്താൽ അതിന്റെ പാപഭാരം പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ നാം ചുമക്കേണ്ടി വരും. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ മാർഗങ്ങൾ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നമുക്കിന്ന് എത്ര ഖൈറുകൾ ചെയ്യാൻ സാധിക്കും, എത്ര ഖൈറുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഈ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതനിഷേധികളും യുക്തിയില്ലാതെ യുക്തിവാദികൾ എന്ന് പേരുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവന്മാർ പലരും ഇസ്ലാമിനെതിരെ ആരോപണം പറയുമ്പോൾ നിന്റെ വാക്കുകൊണ്ട്, നിന്റെ ഒരു ലൈക്ക് കൊണ്ട്, നിന്റെ ഒരു സംസാരം കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഒരു പ്രതിരോധം തീർക്കാൻ നിനക്ക് സാധിച്ചാൽ, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശപ്പെട്ട വർത്താനം പറയുമ്പോൾ അതിനെതിരിൽ പ്രതിരോധം തീർക്കാൻ നിനക്ക് സാധിച്ചാൽ, നിന്റെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വൃത്തികേടുകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരിൽ നിനക്കൊരു പ്രതിരോധം തീർക്കാൻ സാധിച്ചാൽ എത്ര വലിയ മഹത്വമാണ്. അതിനു പകരം ഹറാമുകൾ കണ്ടും ഹറാമുകൾ കേട്ടും പ്രിയപ്പെട്ടവരെ നാം സമയം ചെലവഴിക്കുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. നിനക്ക് നാളെ ഒരു വിചാരണ വരാനുണ്ട്. ഇവിടത്തോടെ ജീവിതം തീർന്നെന്ന് കരുതേണ്ട. ഒരു 100 വർഷം മുമ്പ് നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇനി 100 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നീ ഉണ്ടാവുകയുമില്ല. നിന്നെ പടച്ച ഒരു റബ്ബുണ്ട്, അവന്റെ മുന്നിൽ നീ നിൽക്കേണ്ടവനാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. അതിൽ 4 കാര്യങ്ങൾ നിനക്ക് ചോദ്യമുണ്ട്. അതിലൊരു ചോദ്യം നിന്റെ ആയുസ്സാണ്. നീ എങ്ങനെ ചെലവഴിച്ചു? അള്ളാഹു നിഷിദ്ധമാക്കിയത് കണ്ടും, അള്ളാഹു നിഷിദ്ധമാക്കിയത് കേട്ടും, അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെയ്തും നാളെ റബ്ബിന്റെ മുമ്പിൽ നിന്നാൽ നീ എന്ത് മറുപടിയാണ് പ്രിയപ്പെട്ട സഹോദര പറയുക? എന്താണ് നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ള മറുപടി? അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയകൾ പ്രിയപ്പെട്ടവരെ നന്മകളിൽ ഉപയോഗിക്കുക. ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ, ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ നമ്മുടെ ഈ മാർഗങ്ങൾ നാം ഉപയോഗിക്കുക. നന്മകളിൽ മുന്നേറാൻ നമുക്ക് ഈ സോഷ്യൽ മീഡിയകൾ എത്ര നമ്മെ സഹായിക്കുന്നതാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്കറിയാം, അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗമാരാണ് വലത് കൈകൊണ്ട് ദാനം ചെയ്തത്, ഇടത് കൈകൊണ്ട് അറിയാത്ത ആളുകൾ. പഴയ കാലഘട്ടത്തിൽ ആളുകൾ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമായിരുന്നു, ഓരോരോ വീടുകളിൽ സദഖ നൽകാൻ. ഇന്ന് നമുക്കിത് അൽഹംദുലില്ലാ ഗൂഗിൾ പേ ഉണ്ട്. നമ്മൾ ആരും കാണാതെ ഒരു പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ഒരാളുണ്ടെന്നറിഞ്ഞാൽ അയാൾക്കൊരു പൈസ അയക്കാൻ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ ഒരു പ്രയാസമില്ല. മറ്റാരും അറിയാതെ ഈ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പഴയ കാലം കുടുംബ ബന്ധങ്ങൾ പുതുക്കാൻ അവിടെ പോകണമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു മെസ്സേജ് അയക്കാൻ, ഒരു വിളിച്ച് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗകര്യമൊരുക്കി. ഇങ്ങനെ എത്ര ഖൈറുകൾ ഇതുപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാതെ തിന്മകളിൽ സമയം ചെലവഴിച്ച് തിന്മകൾ കണ്ട് ചില ആളുകളൊക്കെ അവരുടെ ചെവിയിൽ നിന്ന് ഇയർഫോൺ എടുക്കുകയില്ല, ആളുകളുടെ കൂടെ ഇരിക്കുകയാണെങ്കിലും ഹറാമുകൾ കേൾക്കുന്നവർ, ഹറാമുകൾ കാണുന്നവർ. പ്രിയപ്പെട്ട സഹോദര, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. പ്രിയപ്പെട്ടവരെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നാളെ ഒരു ദിവസം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് നിങ്ങൾ എന്ന ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നിങ്ങൾ എന്തുള്ളവരാണെങ്കിലും, എത്ര വലിയ ശതകോടീശ്വരന്മാരാണെങ്കിലും, എത്ര വലിയ പാവപ്പെട്ടവരാണെങ്കിലും നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നിങ്ങൾ. ثم توفى كل نفس ما كسبت وهم لا يظلمون. അന്ന് നിങ്ങൾ ചെയ്തിരിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഹറാമ് പറഞ്ഞാൽ, ഹറാമ് കണ്ടാൽ, ഹറാമിന് ലൈക്ക് കൊടുത്താൽ, ഹറാമ് ഷെയർ ചെയ്താൽ ഇതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ്. അല്ലാഹു എങ്ങാനും ഒരുവനെ വിചാരണക്കെടുക്കാൻ തീരുമാനിച്ചാൽ, ശരിയായ രൂപത്തിൽ വിചാരണ ചെയ്താൽ അവൻ നശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് റബ്ബിന്റെ റഹ്മത്തിലേക്ക് നാം സഞ്ചരിക്കുക. അല്ലാഹുവിന്റെ റഹ്മത്തല്ലാതെ നമുക്ക് മറ്റൊരു
മാർഗമില്ല. അതുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ ഒഴിവാക്കി എന്റെ സഹോദരങ്ങൾ, സംസാരം കേൾക്കുന്ന സഹോദരിമാർ ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദുആ കൂടി പറഞ്ഞു നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, പ്രവാചകരെ, ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഒരു ദുആ പറഞ്ഞു തരണം. എന്റെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ആധുനിക കാലം ഈ ഫിത്നയിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഈ ഒരു ദുആ നിങ്ങൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു, അലി, താങ്കൾ ഈ ഒരു ദുആ പതിവാക്കുക. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് നൽകണം. ഹറാമുകൾ കാണാതെ ജീവിക്കാൻ, ഹറാമുകൾ കേൾക്കാതെ ജീവിക്കാൻ, വൃത്തികേടുകൾ കാണാതെയും കേൾക്കാതെയും ജീവിക്കാൻ, എന്റെ മക്കളെ അങ്ങനെ സംരക്ഷിക്കാൻ അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹു എനിക്ക് നീ ഹിദായത്ത് നൽകണം. വസദ്ദിദ്നി, അതിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം, അതിൽ ശരിയായ മാർഗത്തിൽ നിൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു എനിക്ക് നീ നൽകണമെന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് പ്രിയപ്പെട്ടവരെ സദാസമയം അർത്ഥമറിഞ്ഞുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന ദുആ നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുള്ളവരായി റബ്ബിനെ കണ്ടുമുട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമുക്തരായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ആസാമിലും മറ്റു പ്രദേശങ്ങളിലും പ്രളയവും മറ്റും വന്ന് പല സഹോദരങ്ങളും മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളും മറ്റും എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വസ്സദാദ് വനഊദു ബിക മിനൽ ളലാലി വസ്സലൽ വനഊദു ബിക മിനൽ ളലാലി വസ്സലൽ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها. اللهم انصر أحبتنا وإخواننا في كل مكان وانصر المستضعفين فيهم. اللهم كن لهم ناصرا ومعينا ومؤيدا وظهيرا. اللهم من أرادنا وأراد المسلمين بسوء فأشغله بنفسه واجعل تدبيره تدميره يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم جنبنا منكرات الأخلاق والأعمال والأهواء والأدواء يا قوي يا عزيز. وصلى الله على محمد وعلى آله وصحبه أجمعين.